കഞ്ഞി കുടിക്കട്ടെ. കുടിക്കേട്ടാ, കുടിക്കേട്ടാ. എന്താ ഏട്ടാ? കുടിക്കേട്ടാ, കുടിക്കേട്ടാ. സാരല്ല, ഭക്ഷണമൊന്നും കഴിക്കാതെ എങ്ങനെ മരുന്ന് കഴിക്കുക? കഴിക്കേട്ടാ. എന്തോ നടി നീ കാണിക്കുന്നേ? ബഹളം വെച്ച് നീ ആളെ കൂട്ടുമല്ലോ. അമ്മ ചാവി കിട്ടിയോ അത് പറ. ഇത് പിന്നെ എന്തോന്ന്? ഈ അലമാരയുടെ ചാവിയ. മാറങ്ങോട്ട്, ഞാൻ തുറക്കാം. നീ മാറങ്ങോട്ട്. മാറ്, ഞാൻ നോക്കാം. മുഴുവൻ അരിച്ചു പറക്കണം. പാസ്ബുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം. ആക്രാന്തം കാണിക്കല്ലേ. അങ്ങേരുടെ ഓഫീസിലെ കുറെ പേപ്പറുകളല്ലാതെ ഇതിനകത്തൊരു ചുക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇങ്ങോട്ട് നോക്ക് പ്ലീസ്. തപ്പുമ്പോ എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. മോളെ, ഇതെന്താന്ന് നോക്കിയേ ഈ പേപ്പർ. എന്താ? 10 ലക്ഷം രൂപ. സത്യമേ, അച്ഛന്റെ പേരിൽ ബാങ്കിൽ 10 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതിന്റെ ബോണ്ടാ ഇത്. ദൈവമേ, അങ്ങേരിത് എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. മഹാപാവി. ഇതെന്തായാലും പൊളിച്ചു. 5-നും 10-നും തെണ്ടി നടന്ന എനിക്ക് ഒറ്റയടിക്ക് 10 ലക്ഷം രൂപയിലെ കയ്യിൽ വരാൻ പോകുന്നേ. മതി, തൽക്കാലത്തേക്ക് ഇത് മതി. പക്ഷെ ഇത് നിന്റെ അച്ഛന്റെ പേരിലല്ലേ? അത് നമ്മൾ എങ്ങനെ എടുക്കും? നമ്മളല്ല, ഞാൻ എടുക്കും. എന്റെ അമ്മയെ പിണങ്ങണ്ട, ഞാൻ എടുത്ത് കാണിച്ചു തരാം. കാരണം നാക്കെടുക്കാൻ വയ്യാതെ തനിച്ചൊന്നെണീറ്റ് കക്കൂസി പോലും പോകാൻ പറ്റാത്ത മനുഷ്യനാണ് എന്റെ മഹാനായ അച്ഛൻ. ആ പടം എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയാം. അതിനുള്ള അവകാശവും എനിക്കുണ്ട്. എടി, ഇതിൽ അവകാശമായിട്ട് ആരുടെ പേരാ വെച്ചിരിക്കുന്നെന്ന് നോക്കി. മിക്കവാറും അത് എന്റെ പേര് തന്നെ ആയിരിക്കും. ഇതിനകത്ത് നോമിനിയുടെ പേരെ വെച്ചിട്ടില്ലേ? പിന്നെന്ത് ചെയ്യും? പിന്നെ ഒന്നും ചെയ്യാറില്ല. നാളെ തന്നെ നമ്മൾ ബാങ്കിൽ പോകുന്നു. ഈ ബോണ്ട് നേരെ കൊടുക്കുന്നു. അച്ഛന്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റുകളും പരിപാടികളും എല്ലാം മാനേജറെ കാണിക്കും. നോമിനി ആരാണെന്നൊക്കെ അവിടെ എത്തുമ്പോ അറിയാം. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ. എന്തായാലും ഈ 10 ലക്ഷം രൂപ നമ്മൾ വാങ്ങിച്ചെടുത്തിരിക്കും.